ദിവസം. പിന്നെ മൂന്നാം ദിവസം ഞാൻ എന്നും വൈകുന്നേരം കിടക്കാൻ നേരം അമ്മയുടെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കാം. അമ്മ എൻ്റെ കുഞ്ഞിന് 22-ാം തീയതി തന്നെ ഈശോയെ സ്വീകരിക്കണം, നടന്നു വന്ന് സ്വീകരിക്കണം, അല്ലാതെ വേറൊന്നുമില്ല, എനിക്ക് എടുത്തുകൊണ്ട് പോയി സ്വീകരിപ്പിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പേര് മിനി ജേക്കബ്. ഞാൻ പാലാരൂപത ഭരണങ്ങാനത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 മെയ് 27-നാണ്. നിത്യം പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവ് സർവേശ്വരനെ എന്നേക്കും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മഹാത്യസ്ഥന ഇന്ന് വരെ എന്നെ കാത്തു പരിപാലിച്ചതിന് നന്ദിയും സ്തുതിയും. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ 18 വർഷമായിട്ട് സൗദി അറേബ്യയിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അന്നേരത്തേക്കിനും എനിക്ക് എനിക്ക് 6 വർഷം കൂടി ഒത്തിരി അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഉണ്ടായ 2 കുഞ്ഞുങ്ങളായിരുന്നു. ആ കുഞ്ഞുങ്ങളോടെ ജീവിക്കാൻ വേണ്ടി കുറേ കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ലൈറ്റൽ ക്യാൻഡിൽ പ്രെയർ ഇട്ട് റിക്വസ്റ്റ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുറച്ച് സ്ഥലം വിറ്റ് ഒരു വീടുണ്ടായിരുന്നു, അത് വീട്ടിട്ട് കടം വീട്ടാനും മക്കളുടെ കൂടെ തിരിച്ചു വരാനും സാധിച്ചു. അങ്ങനെ വന്ന് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ വന്ന് മെയ് 13 ഞാൻ നാട്ടിൽ വന്നു. മെയ് 27-ാം തീയതി വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പം തന്നെ അന്നേരം തന്നെ ഞാൻ OETക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. സൗദി വെച്ച് എഴുതിയിരുന്നു 2 പ്രാവശ്യം, അന്നേരം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ വന്ന് ആദ്യമേ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 25-ാം തീയതി എഴുതി, അന്നേരവും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് സെപ്റ്റംബറിലോട്ട് ഡേറ്റ് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റ് ഞാൻ ഉടമ്പടി പുതുക്കി അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി എനിക്ക് അന്ന് ലിസണിങ് എന്ന മൊഡ്യൂൾ ഭയങ്കര ടഫായിരുന്നു. അച്ഛനോടൊന്നും പറഞ്ഞില്ല, പക്ഷേ അച്ഛൻ എനിക്ക് കാതിൽ കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ ലിസണിങ് ക്ലിയറായി. ബട്ട് സ്റ്റിൽ എൻ്റെ റീഡിങ് ക്ലിയർ ആകുന്നില്ലായിരുന്നു. പക്ഷേ ഒരിക്കലും C++ താഴെ പോകത്തില്ല, പക്ഷേ B കിട്ടുന്നുമില്ലായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ നവംബറിൽ എഴുതി. അന്നേരവും 340 വന്നു വന്നു, പക്ഷേ 350 കിട്ടുന്നില്ല. കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അമ്മേ, ജൂലൈ മാസത്തിൽ തന്നെ ഞാൻ ഇവിടെ വന്ന അമ്മയോട് പറഞ്ഞു, അമ്മ എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ എവിടെയെങ്കിലും ഞാൻ പോകുന്നോടം വരെ ഞാനിവിടെ വന്നോളാം, അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഫെബ്രുവരി 25-ന് ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. അങ്ങനെ എനിക്ക് UK സ്കോർ കിട്ടി. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ നേർന്നിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി പ്രോസസ്സിങ് എല്ലാം അമ്മയുടെ കാരണത്താൽ വളരെ പെട്ടെന്ന് എല്ലാം നടന്നു. എൻ്റെ CBT ക്ലിയറായി. ഇൻ്റർവ്യൂവിനെല്ലാം അമ്മയുടെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ കൂടെ പോയി നിന്നെല്ലാം ചെയ്തു. എല്ലാം എനിക്ക് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ എനിക്കെല്ലാം സാധിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഈ ആഴ്ച എനിക്കിപ്പം ലാസ്റ്റ് ഒരു പേപ്പറിൻ്റെ ഒരു റെഫറൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന്. അന്നേരം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ സാക്ഷ്യം പറയാൻ താമസിച്ചുകൊണ്ടാണോ എന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് അമ്മയോട് ക്ഷമ പറഞ്ഞ് മാപ്പ് ചോദിച്ചു. ഇന്നലെ ആയിരുന്നു എൻ്റെ ഡെഡ് ലൈൻ. ആ ഡെഡ് ലൈനിൽ തന്നെ വ്യാഴാഴ്ച രാത്രി തന്നെ അവർ ഹോസ്പിറ്റലുകാരെ റെഫറൻസും അയച്ചു. എൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി. ജൂലൈ 24-ന് എൻ്റെ ട്രാവൽ ഡേറ്റ് ആണ്. ഞാനിത് ആദ്യമായിട്ട് ഇവിടെയാണ് പറയുന്നത് എൻ്റെ ഏജൻസിക്കും. ഈവൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ട്രാവൽ ഡേറ്റ്. അമ്മയോടാണ് ആദ്യം പറയുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ സൗദിയിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് ഒരു 3.5 മാസത്തെ സാലറി പെൻഡിങ്ങും എൻ്റെ PF ഉണ്ടായിരുന്നു 18 വർഷത്തെ. ആദ്യത്തെ 2 മാസത്തെ സാലറി അവർ കറക്റ്റായിട്ട് എൻട്രി ചെയ്തു. പിന്നെ 1.5 മാസം സാലറി എന്ത് ചെയ്ത് അവർ എൻട്രി ചെയ്യുന്നില്ല. അന്നേരം എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചെല്ലുന്നു, അവരെല്ലാം പറയും. അങ്ങനെ അവസാനം ആ പിള്ളേർ തന്നെ പറഞ്ഞു, ചേച്ചി ഞങ്ങളും അടുത്ത് അവർ ചെല്ലുമ്പോൾ എല്ലാം ഓടിക്കുക, ഇനി എന്നാ ചെയ്യുന്നത്. ഞാൻ അവസാനം അമ്മയോട് പറഞ്ഞു, അമ്മേ സഞ്ചാരി മാതാവല്ലേ അമ്മ അവിടെ ചെന്ന് ഞാനിനി ഒരു മനുഷ്യരോടും പറയല, എനിക്കിനി സാലറി എൻ്റെ കറക്റ്റായിട്ട് കിട്ടണം. ഞാനിവിടെ 18 വർഷം ജോലി ചെയ്തതാണ്, എനിക്ക് അവകാശപ്പെട്ട പൈസ അമ്മയ്ക്കറിയാലോ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു ദിവസം ഞാൻ അവിടെ എല്ലാ ചൊവ്വാഴ്ചയും പള്ളിയിൽ നിന്ന് പാലിയേറ്റീവ് കെയറിൻ്റെ രോഗി സന്ദർശനത്തിന് പോകും. അങ്ങനെ പത്രവും കൊടുത്ത് തിരിച്ചു വന്നപ്പം എനിക്ക് ഇങ്ങോട്ട് ഫോൺ വന്നു, എൻ്റെ സാലറി മൊത്തം ക്ലിയറായി. അങ്ങനെ എൻ്റെ PFും എല്ലാം കിട്ടി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ 11-ാം തീയതി എൻ്റെ 2 കുഞ്ഞുങ്ങളെയും പട്ടി കടിച്ചു. നന്നായിട്ട് നല്ല മുറിവുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. 22-ാം തീയതി എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കുന്ന സമയമായിരുന്നു. 10 ദിവസം കൂടെ ഉള്ളൂ ആദ്യ കുർബാന സ്വീകരിക്കാൻ. അന്നേരം 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 3-4 ആഴ്ചയെങ്കിലും എടുക്കും. കാരണം പറഞ്ഞാൽ പട്ടി കടിച്ച് ഒരു കുതികാലിൽ 6 മുറിവുകളുണ്ടായിരുന്നു. കട്ടുകൊണ്ട് സൂച്ചർ ചെയ്യാൻ പറ്റത്തില്ല. അത് 3-4 ആഴ്ചയെങ്കിലും എടുക്കും അത് ഹീലായി വരണമെങ്കിൽ, കാല് നന്നായിട്ട് കുത്തണമെങ്കിൽ എന്ന് പറഞ്ഞു. കൊച്ചൊട്ടും കുത്തൊന്നുമില്ലായിരുന്നു 2 ദിവസം. പിന്നെ 3-ാം ദിവസം ഞാൻ എന്നും വൈകുന്നേരം കിടക്കാൻ നേരം അമ്മയുടെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കാം. അമ്മ എൻ്റെ കുഞ്ഞിന് 22-ാം തീയതി തന്നെ ഈശോയെ സ്വീകരിക്കണം, നടന്നു വന്ന് സ്വീകരിക്കണം, അല്ലാതെ വേറൊന്നുമില്ല, എനിക്ക് എടുത്തുകൊണ്ട് പോയി സ്വീകരിപ്പിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. 4-ാം ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടും ആദ്യമൊന്നും ചട്ടിയൊക്കെ നടക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കും, നടക്കണം, കൊച്ചിന് നടന്ന് തന്നെ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ 22-ാം തീയതി തന്നെ എൻ്റെ കുഞ്ഞ് നടന്നു പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചു.
പിന്നെ അതുപോലെ അമ്മയുടെ നേർച്ച വസ്തുക്കൾ വെച്ച് എനിക്ക് വർഷങ്ങളായിട്ടുള്ള എനിക്ക് നാട്ടിൽ വന്ന എന്നും തുമ്മി ഞാൻ മടുക്കും. കാരണം പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോഴെല്ലാം ഒരു 24 hours മുമ്പ് പിറ്റേ ദിവസം എനിക്ക് ബോഡി പെയിൻ കാരണം എഴുന്നേക്കാൻ വയ്യ. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ സെപ്റ്റംബറിൽ എന്നും മാതാവിൻ്റെ രാവിലെ എഴുന്നേറ്റ് 8 നോയമ്പ് എടുത്ത് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉടമ്പടി പറഞ്ഞ് പ്രാർത്ഥനയായിട്ട് സെപ്റ്റംബർ മാസത്തിലത് ഞാൻ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം സെക്കൻഡ് സാറ്റർഡേ വന്നു കഴിഞ്ഞ് അമ്മ എനിക്കിനി ഇത് അന്ന് വന്നപ്പോഴും എനിക്ക് തുമ്മലുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇനി ഞാൻ ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് കുളിക്കാതെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയല്ല. കുളിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും. അത് പിന്നെ ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനമാണ്. തൻ്റെ കടബാധ്യതകളൊക്കെ നീങ്ങി വീണ്ടും എങ്ങനെയാണ് ഈ മകൾക്ക് തൻ്റെ കുടുംബത്തോടൊന്നിച്ച് വിദേശത്തേക്ക് പോകുവാനുള്ള വിസ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നതെന്നും അതുപോലെ വർഷങ്ങളായിട്ടുള്ള അലർജി അതെങ്ങനെ ഈ മകളെ വിട്ടുമാറുന്നു, തനിക്ക് കിട്ടാതിരുന്ന 3 PF-ഉം സാലറിയുമൊക്കെ അതൊക്കെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നടത്തി കൃപാസന പത്രം കൊണ്ടു നടന്ന് കൊടുത്ത് അതിനുശേഷം അതേ ദിവസം തന്നെ എത്ര പെട്ടെന്നാണ് അതൊക്കെ ലഭിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം കേട്ടത്. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച പെട്ടെന്ന്, അതായത് 4 ആഴ്ചയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞത് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ലഭിച്ച അവർക്ക് കിട്ടിയ പ്രത്യേകമായിട്ടുള്ള സൗഖ്യവുമൊക്കെയാണ് നാം കേട്ടത്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. ഉടമ്പടിയെടുത്ത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ജീവിതബന്ധിയാക്കി അത് നാം കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറി നമ്മുടെ ജീവിതം പച്ച പിടിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.